ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാ എല്ലാവരുടെയും വർത്താനം? സുഖല്ലേ? അപ്പം ഇന്ന് നമ്മൾ പൊന്നാങ്കണ്ണി ചീരയുടെ വിളവെടുപ്പാണ് കേട്ടോ. പൊന്നാങ്കണ്ണി ചീര ഞാൻ ഓൺലൈനിൽ നിന്ന് 2 വാങ്ങിയതായിരുന്നു. അതിന്ന് ഇങ്ങനെ മുറിച്ച് മുറിച്ച് നട്ടതാണ്. പിന്നെ അതൊക്കെ അതിന് വിളവെടുപ്പാണ് ഇന്ന്. പൊന്നാങ്കണ്ണി ചീര ഒരു ഉപ്പേരിക്കുള്ള കിട്ടി. 2-3 കവറിൽ ഇങ്ങനെ അങ്ങനെ വലുതായി വരുമ്പോൾ ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ചതാണ്. 2-3 മാസമായി കേട്ടോ അങ്ങനെ ആയി കിട്ടാൻ. ചുവന്ന കളറായതൊക്കെ മൂത്ത പോലെ ഉണ്ട്. അതാണ് ആദ്യം വെച്ചത്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അത് ചുവപ്പ് കളറായതാണ് ആദ്യം വെച്ചത്. ഇത് അങ്ങനെ ഒരു മൂത്ത പോലെ ആയിരിക്കും തണ്ട്. ഇതിന്ന് പൊട്ടിച്ചിട്ട് തന്നെ കുഴിച്ചിടല്. പിന്നെ തൂമ്പ് വരുന്നതാണ്. പക്ഷെ നല്ലൊരു തണ്ടൊരു മൂത്ത പോലെ അങ്ങനെ ഉണ്ട്. ഇതിന്ന് അന്ന് ഞാൻ പൊട്ടിച്ച് കുഴിച്ചിടുന്നത് വീഡിയോ എടുത്തിരുന്നു. അത് കാണിച്ചു തരാം കേട്ടോ. പൊട്ടിച്ച് കുഴിച്ചിട്ടത് അതൊക്കെ ഇപ്പോൾ വേര് പിടിച്ചിട്ട് ഇങ്ങനെ വന്നിക്കണു. ഇത് മുറിച്ചിട്ടതാണ്. ഇതാണ് കേട്ടോ മുറിച്ചിട്ട് അന്ന് കുഴിച്ചിട്ടത്. അതിലാണ് നിൽക്കുന്ന വെള്ള വരികയായിട്ട് കഞ്ഞിക്കുറുക്കാണ്. ഇത് ഒരു ചീനമുളകിൻ്റെ തൈയാണ്. പൂടാനാണേലോ. ഇതൊരു പച്ചമുളകാണ്. ഇതും ഒരു പച്ചമുളകാണ്. ഇതിന്മേ മുളകുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടാട്ടോ വീഡിയോ എടുത്തിരിക്കുന്നത്. 2 ദിവസം മുമ്പേണ് പൊട്ടിച്ചത്. ഇതൊക്കെ പച്ചമുളക് തന്നെയാണ്. ഇതും പച്ചമുളക് തയ്യളാണ്. ഇതൊരു ചീനമുളകാണ്. വെയിലായിട്ട് വാടിക്കാണ് ഇപ്പോൾ. വെള്ളമൊക്കെ ഒഴിക്കലുണ്ട്, എന്നാലും വാടി നിൽക്കുന്നുണ്ട് രണ്ടും. എൻ്റെ 2-3 ചെടി കാണിച്ചതാ. ഇതൊരു ചെറുപറയാണ്. ചെടികളുടെ പേരൊന്നും അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ. ഇതൊരു വേറെ ചെടിയാണ്. പറിച്ച് കളഞ്ഞതാണ്. അതിന്മേൽ ഇങ്ങനെ ഫ്ലവർ ഉണ്ടായതാണ്. അപ്പം അതൊന്ന് വീഡിയോ എടുത്തതാണ്. പറിച്ച് കളഞ്ഞപ്പോൾ നന്നായി ഉണ്ടായിക്കൊണ്ടിട്ട് അവിടെ. ഇതൊരു കലാത്തിയാണ്. ഇതിൽ അടിയിൽ അങ്ങനെ തൈ പൊട്ടി വരുന്നൊന്നുമില്ല കേട്ടോ. ഇല ഇങ്ങനെ തൂമ്പ് വന്നിട്ട് ഉണ്ടാവണുണ്ടായിരുന്നു. ഒരു തൈ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പം അടിയിൽ. കുറേ ആയി കുഴിച്ചിട്ടുണ്ട്. ചെടികളെ പേരൊന്നും അറിയില്ല. കുറേ ചെടികളുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യും, സബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. സബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.